അടുത്തത് ജോസഫ് വാഴക്കാടിന് കാഞ്ഞിരപ്പള്ളിയിലും സീറ്റില്ല. അവസാന ഘട്ടത്തിൽ വരെ ജോസഫ് വാഴക്കൻ ഏറ്റുമാനൂരിൽ മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷും കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബിയും മത്സരിക്കും. സജോ ദേവസി ചേരുന്നുണ്ട്. സജോ, ജോസഫ് വാഴക്കനെ വെട്ടിയിരിക്കുകയാണ്. അതിൽ ഇനി വരും പോകുന്ന മാറ്റങ്ങൾ എന്താണ്? പ്രതിഷേധ സ്വരം എന്തായിരിക്കും? റോഷ്നി, ജോസഫ് വാഴക്കൻ കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. ഒരു തവണ മൂവാറ്റുപുഴയിൽ നിന്ന് നിയമസഭാംഗമായിരുന്നു. ഒരു തവണ പരാജയം നേരിട്ടും അതിന് പിന്നാലെ അദ്ദേഹത്തിന് അവിടെ അവസരം നിഷേധിക്കപ്പെടുകയാണ്. പിന്നീട് അവിടെ മാത്യു കുഴൽനാടൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളി സീറ്റ് കിട്ടിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ പല സീറ്റുകളിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചു. അത് കാഞ്ഞിരപ്പള്ളി, അതോടൊപ്പം ഏറ്റുമാനൂർ, ഇടുക്കി, ഈ 3 സീറ്റുകളിലാണ് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടത്. ഏറ്റവും ഒടുവിൽ ഏറ്റുമാനൂരിൽ അവസരം ലഭിക്കും എന്ന വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ മത്സരത്തിന് ഒരുങ്ങാനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ നേതാക്കൾ നൽകുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന്റെ പേര് വെട്ടുകയാണ്. അവിടെ നാട്ടകം സുരേഷ് വരും എന്ന സാഹചര്യം രൂപപ്പെടുന്നു. നാട്ടകത്തെ നേരത്തെ പരിഗണിച്ചിരുന്നത് കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. പക്ഷേ നേരെ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് നിയോഗിക്കുന്ന, ഏറ്റുമാനൂരിലേക്ക് നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടെ വരികയും ചെയ്യും. അപ്പോൾ ജോസഫ് വാഴക്കിന് എവിടെയും അവസരമില്ല. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് വരികയും ചെയ്യും. അവസരമില്ലാതെ പോവുകയാണ്. നേരത്തെ അദ്ദേഹം KPCCയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചതാണ്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുപ്പക്കാരനൊക്കെയായി പ്രവർത്തിച്ചതാണ്. സജീവ രാഷ്ട്രീയം ഉണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് MLA ആണ്. പക്ഷേ അദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ്. അങ്ങനെ വിദ്യാർത്ഥി സംഘടന മുതൽ അങ്ങോട്ടേക്ക് പദവികളിൽ ഓരോ പടിപടിയായി ഉയർന്നു വന്ന നേതാവുമാണ്. അദ്ദേഹത്തിന് ഇനിയൊരു അവസരം എന്നത് യഥാർത്ഥത്തിൽ സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഇത്തവണ പരിഗണിക്കണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോസ്റ്റർ ഉൾപ്പെടെ തയ്യാറാക്കുകയും നോമിനേഷൻ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിന്റെ പേര് വെട്ടിപ്പോവുകയാണ് എന്നതാണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത്. പലതരം കോൺഗ്രസിലെ ആഭ്യന്തര സമവാക്യങ്ങൾ, പുതിയ അധികാര ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജോസഫ് വാഴക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി അദ്ദേഹം നേരിടുന്നു. അവസരം ലഭിക്കാതെ പോകുന്നു. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.